ഫ്രണ്ട്സ്, ഈദ് മുബാറക്. അങ്ങനെ പറഞ്ഞ് ഇന്നാണ് നമ്മുടെ പെരുന്നാളോ. രാവിലെ തന്നെ എണീച്ച് കുറച്ച് പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്നലെ രാത്രി 1:30 ഇട്ട മൈലാഞ്ചി കേട്ടോ. ഇത് എന്തോ എനിക്ക് പെർഫെക്ഷൻ ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. എനിക്ക് കുറച്ച് സ്റ്റെയിനും കുറവുണ്ടായിരുന്നു. രാവിലെ അത്ര വിശപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു ബ്രെഡ് പൊരിച്ചതിൽ അവസാനിപ്പിച്ചു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ കുറച്ച് പാട്ടൊക്കെ വെച്ച് ഞാൻ പെട്ടെന്ന് തന്നെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. ബ്രൗൺ സ്കേർട്ടും ഗോൾഡൻ ഷർട്ടും ആനിമൽ പ്രിൻറ്റിൽ വരുന്ന ഒരു ഷാളുമായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ചധികം സെർച്ച് ചെയ്തിട്ട് കിട്ടിയ കേട്ടോ ഈ ഒരു ഔട്ട്ഫിറ്റ്. പിന്നെ അതിൻ്റെ ഇടയിൽ മിനാഷും ചുലൂച്ചയും ഭാവിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു മിനാഷുവിൻ്റെ അടിപൊളി ഔട്ട്ഫിറ്റ്. പിന്നെ ഇതാ ചുലൂച്ചയും കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ ഹൈബേബീൻ്റെ ഫസ്റ്റ് ഈദാട്ടോ. അങ്ങനെ ഇവർക്കൊക്കെ കുറച്ച് ഫോട്ടോസ് എടുത്ത് കൊടുത്തതിന് ശേഷം ഉമ്മ പറഞ്ഞു കുറച്ച് വീട്ടിലൊക്കെ പോകാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വീട്ടിലൊക്കെ പോയി തിരിച്ച് വരുമ്പോഴത്തേക്കും ഉമ്മാൻ്റെ ഒരു അടിപൊളി മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ആയിരുന്നു. ഡെസേർട്ടായിട്ട് നമ്മൾ ഇളനീർ പുഡിംഗ് ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഉമ്മാൻ്റെ ഇളനീർ പുഡിംഗ് നല്ല ടേസ്റ്റാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡെസേർട്ട്സ് ഒക്കെ കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് കുടുംബക്കാരുടെ വീട്ടിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉമ്മാനെ കൊണ്ട് എങ്ങനെയൊക്കെയോ പറയിപ്പിച്ചെടുത്തതാണ് ഈ ഒരു മെഹന്തിയുടെ വീഡിയോ കേട്ടോ. ഇന്നലെ രാത്രി ഞാനും ഉമ്മയും സെയിം ഡിസൈനായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വൈകുന്നേരം ഒരു 5:30 ആയപ്പോൾ പുറത്ത് വന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു വേറെ എവിടെയെല്ലാം നാദാപുരമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി വരാം. പ്രത്യേകിച്ച് പോകണം എന്നുള്ള പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കൂടെ ഉമ്മാൻ്റെ അനിയത്തിയും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ നാദാപുരത്ത് നമുക്ക് തലശ്ശേരി പോയാലോന്ന് വിചാരിച്ചു. തലശ്ശേരി അടിപൊളി ബീച്ച് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ പോകാമെന്ന് കരുതി ഞങ്ങളെല്ലാവരും കൂടി തലശ്ശേരി ബീച്ചിലേക്കുള്ള യാത്രയായിരുന്നേ. പാർട്ട് 2 ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അവിടുത്തെ അവസ്ഥകൾ പറയാം.